ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ സ്ഥാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ബോൾ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പന്തിന്റെ ചിത്രം നോക്കുക, അതായത് താഴെയില്ല ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ പന്ത് നോക്കുക. Did you see the picture of a house fixed on the ball? How do we determine the exact position of the house? അപ്പോൾ ഈ ഒരു ബോളിന്റെ മേലെ പന്തിന്റെ മുകളിലായിട്ട് നമുക്കൊരു വീടിന്റെ ചിത്രം കാണാം. ഈ വീടിന്റെ സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? ടോപ്പ്, ബോട്ടം, സെന്റർ, ഓൺ വൺ സൈഡ്, വിച്ച് ഓഫ് ദീസ് ഇസ് കറക്റ്റ്? മുകളിലാണോ, താഴെയാണോ, മധ്യഭാഗത്തായിട്ടാണോ, ഒരു വശത്തേക്കായിട്ടാണോ? ഇതിൽ ഏതാണ് ശരി? It is difficult to determine the exact position of an object on a spherical surface. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്ഫെറിക്കൽ സർഫേസ് എന്ന് വെച്ചാൽ ഒരു പന്തൊക്കെ ഉണ്ടാവുന്ന ഒരു ഷേപ്പില്ലേ, അതായത് ബോൾ പോലെ ഇരിക്കും. നമ്മൾ അതിനെ പറയും ഗോളാകൃതി. അപ്പോൾ ഈ ഗോളം പോലെ ഇരിക്കുന്ന ഗോളാകൃതിയിലുള്ള സർഫേസ് എന്ന് വെച്ചാൽ പ്രതലം. അപ്പോൾ ഗോളാകൃതിയിലുള്ള പ്രതലത്തിൽ ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത് എവിടെയാണെന്ന് നിർണ്ണയിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹൗ കെൻ വി ഫൈൻഡ് ദി എക്സാക്ട് പൊസിഷൻ ഓഫ് ദ ഹൗസ് ഫിക്സ്ഡ് ഓൺ ദ ബോൾ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗോളാകൃതിയിലുള്ള ഒരു ഷേപ്പിൻ്റെ മുകളിൽ ഒരു പ്രതലത്തിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ അതിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഷെൽ വി ഡ്രോ ലൈൻസ് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി ഓൺ ദ ബോൾ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ താഴെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസുമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന കുറുകെയുള്ള രേഖകൾ, ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് വിളിക്കുന്നത്. നമ്മളിങ്ങനെ നെടുകെ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയാ? വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മളൊരു ബോളിനകത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് ആണിത്, ഇതാ ഇങ്ങനെ വരച്ചു. പിന്നെ ഹൊറിസോണ്ടൽ ലൈൻസും വരച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വീട് ഈ ഒരു ഷേപ്പിനകത്തായല്ലേ, നമ്മുടെ വീടിരിക്കുന്നത് ഈ ഒരു പ്ലേസിലാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സ്ക്വയറിലാണെന്നേ പറയാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ പേര് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും വരച്ച് കാണിക്കാം. ആദ്യം നമ്മൾ എന്ത് വരയ്ക്കും? ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കും അല്ലേ. ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഞാൻ കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു. ഇനി ഞാൻ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കും. വെർട്ടിക്കൽ ലൈൻസും വരച്ചു. ഇനി വിചാരിക്കുക നമ്മുടെ വീട് ഇവിടെയാണ് നമ്മുടെ വീടുള്ളത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈൻസിനൊക്കെ പേര് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ വരച്ചിരിക്കുന്ന, അതായത് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്ന ലൈൻസിന് ഞാൻ എന്താ പേര് കൊടുക്കാം? എ, ബി, സി, ഡി, ഇ എത്രയാണെന്ന് വെച്ചാൽ അത്രയും ആൽഫബറ്റ്സ് വെച്ച് ഞാൻ പേര് കൊടുക്കുകയാണ്. ഇനി വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന ലൈൻസ്, അതായത് ഈ ലൈൻസിനൊക്കെ ഞാൻ നമ്പേഴ്സ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അറ്റത്തു നിന്നാണ്. ഈ അറ്റം 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട് ഇരിക്കുന്നത് എവിടെയാണ്? വീടിരിക്കുന്നത് ഇവിടെയാണല്ലേ. അപ്പം നമ്മൾ ആദ്യം നോക്കുക, ഇത് ഏതാ ലൈൻ? ഹൊറിസോണ്ടൽ ലൈൻസ് ഏതൊക്കെയാ? ഡിയും സിയും അല്ലേ. ഡിൻ്റെയും സിൻ്റെയും ഇടയിലാണ്. അപ്പം നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് നമുക്ക് ഡി ആൻഡ് സി എന്ന് കിട്ടി. വെർട്ടിക്കൽ ലൈൻസ് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ലൈൻസ് നമുക്ക് ഏതാ ഇട്ടത്? 4ഉം 5ഉം അല്ലേ. 4 and 5 ആണ് വെർട്ടിക്കൽ ലൈൻസ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? The house is between horizontal lines D and C and vertical lines 4 and 5. ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഓക്കെ, now if we give alphabet and number to each line, won't you be able to find out the exact position of the house by spotting the lines between which it is located? ഇനി ഓരോ വരയ്ക്കും അക്ഷരവും നമ്പറും കൂടി നൽകി കഴിഞ്ഞാൽ നമുക്ക് ഏത് വരയ്ക്കിടയിലാണ് ഈ വീടിൻ്റെ സ്ഥാനം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്കൊന്നുകൂടെ നോക്കാം. ഇത് നമ്മുടെ എ, ബി, സി, ഡി, ഇ. ഓക്കെ, യെല്ലോ വെച്ച് ഞാൻ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുകയാണ്. 1, 2, 3,
4 5 6 7 8. ഇനി വീട് എവിടെയുള്ളത്? വീടുള്ളത് സി ഹൊറിസോണ്ടൽ ലൈനിന്റെയും ഡി ഹൊറിസോണ്ടൽ ലൈനിന്റെയും ഇടയിലാണല്ലേ. ഹൊറിസോണ്ടൽ ലൈൻ സി ആൻഡ് ഡി, വെർട്ടിക്കൽ ലൈൻസ് ഏതൊക്കെയാ? 5ഉം 6ഉം. വെർട്ടിക്കൽ ലൈൻസ് 5 and 6 അല്ലേ. 5 and 6. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെർട്ടിക്കൽ ലൈൻസ് 5 and 6. എങ്ങനെ എഴുതുക? ബിറ്റ്വീൻ വെർട്ടിക്കൽ ലൈൻസ് 5 and 6 ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് സി ആൻഡ് ഡി. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഗോളാകൃതിയിലുള്ള പ്രതലത്തിൽ ഒരു വസ്തുവിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതുക? Now write down the position of this house on the ball. ഈ പന്തിൽ നൽകിയിട്ടുള്ള വീടിന്റെ സ്ഥാനം എവിടെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ നോക്കുക? ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ലൈൻസ് ആദ്യം നോക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് നോക്കാം. ഓക്കെ, ബിറ്റ്വീൻ വെർട്ടിക്കൽ ലൈൻസ് 2 and 3 ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഡി ആൻഡ് ഇ. നമ്മൾ എങ്ങനെ ആൻസർ എഴുതുക? ബിറ്റ്വീൻ വെർട്ടിക്കൽ ലൈൻസ് 2 and 3 ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഡി ആൻഡ് ഇ. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഗ്ലോബ് നോക്കുക. ഇനി look at the line marked in red on the given globe. This is the equator. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്ലോബിൽ എന്ത് കാണാം? ഒരു റെഡ് ലൈൻ കാണാം, അല്ലെ? ഈ ഒരു ലൈൻ കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേറ്റർ. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഗ്ലോബില് ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ ഈ ഒരു വരയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇക്വേറ്റർ അഥവാ ഭൂമധ്യ രേഖ എന്ന് പറയും. ഓക്കെ, ദിസ് ലൈൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻടു 2 ഹെമിസ്ഫിയർ. ഇനി രേഖ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സ്ഫിയർ എന്ന ഷേപ്പിനെ, ഈ ഒരു ഗോളത്തിനെ 2 ഗോളങ്ങളായിട്ട് മാറ്റുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു തേങ്ങ ആലോചിക്കുക. തേങ്ങ ശരിക്കും ഒരു ഗോളമല്ല, എന്നാലും അങ്ങനെ ആലോചിക്കുക. തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ചിരട്ടകൾ കിട്ടും, അല്ലേ? അപ്പൊ ഈ ഒരു ഷേപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? അർദ്ധഗോളം അഥവാ ഹെമിസ്ഫിയർ എന്നാണ് നമ്മൾ ഈ ഒരു ചിരട്ടയുടെ ഷേപ്പിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേറ്റർ എന്താ ചെയ്യുന്നത്? ഇക്വേറ്റർ ഈ ഒരു ഗ്ലോബിനെ 2 കഷ്ണങ്ങളായിട്ട്, ഒന്നാമത്തെ ഇത്, രണ്ടാമത്തേത് ഇത്. ഒരു ഹെമിസ്ഫിയർ ഇതാണ്, രണ്ടാമത്തെ ഹെമിസ്ഫിയർ ഇതാണ്. 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട്, അതായത് അർദ്ധഗോളങ്ങളാക്കിയിട്ട് മാറ്റുകയാണ്, അല്ലേ? വേർതിരിക്കുകയാണ്. അപ്പോൾ എ എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഡയറക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് നോർത്ത്, ഇത് സൗത്ത് ആണ്, അല്ലേ? അപ്പൊ എ എന്തായിരിക്കും? എ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ബി എന്തായിരിക്കും അപ്പോ? സദേൺ ഹെമിസ്ഫിയർ. അപ്പൊ നമുക്ക് എന്താ പറയാ? ദിസ് ലൈൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻടു 2 ഹെമിസ്ഫിയേഴ്സ്. വിച്ച് ലൈൻ? ഇക്വേറ്റർ, അല്ലേ? ഇക്വേറ്റർ എന്ന ഈ ലൈൻ ഈ ഒരു ഗ്ലോബിനെ 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് വിഭജിക്കുകയാണ്. In the given figure, what is marked A is the northern hemisphere. ഈ A എന്ന് മാർക്ക് ചെയ്തത് എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ വടക്കേ അർദ്ധഗോളം. ആൻഡ് ബി ഇസ് സദേൺ ഹെമിസ്ഫിയർ. ഈ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് സദേൺ ഹെമിസ്ഫിയർ. നോക്കുക, സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ തെക്കേ അർദ്ധഗോളവുമാണ്. Observe the equator and other circular lines drawn above and below parallel to it. ഇനി നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇക്വേറ്ററിന് മുകളിലും താഴെയുമായിട്ട് അതിന് സമാന്തരമായിട്ട് വേറെ കുറച്ച് ലൈൻസ് ആണ്, അല്ലേ? ഇത് നോക്കുക, സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ കുറച്ച് ലൈൻസ് കാണാൻ പറ്റും. ഇക്വേറ്ററിന് മുകളിലും താഴെയും അതിന് പാരലായിട്ട്, അതായത് സമാന്തരമായിട്ട് കുറച്ച് ലൈൻസ് വരച്ചിട്ട് കാണാം. ദീസ് ആർ ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇവരെ വിളിക്കുന്ന പേരാണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇവരെ വിളിക്കുന്ന പേരാണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇനി അടുത്തത് എന്താ നോക്കേണ്ടത്? ഈ ഒരു ഇക്വേറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഇങ്ങനെ ലംബമായിട്ട്, ഇക്വേറ്ററിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇക്വേറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് വരച്ചിരിക്കുന്ന രേഖകളിനെ നമ്മൾ എന്താ വിളിക്കുക? ഇവിടെ നോക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഓർ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പൊ നമുക്ക് ഒന്നുകിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പഠിക്കാം. നമ്മൾ പഠിച്ചു, ഇങ്ങനെ പാരലൽ ആയിട്ട് വരയ്ക്കുന്നതിന് നമ്മൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഇങ്ങനെ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഒരു വര ഇങ്ങനെയാണെങ്കിൽ അതിന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് അതിന്റെ പെർപെൻഡിക്കുലർ ആയി മാറി. അപ്പോൾ പെർപെൻഡിക്കുലർ
വരയ്ക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്. ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് ഓൺ ദി എർത്ത് ഇസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദീസ് ഇമാജിനറി ലൈൻസ്. അപ്പോൾ ഈ സാങ്കല്പികമായ രേഖകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഒരു റെഡ് ലൈൻ ഉണ്ട് ഗ്ലോബിന്, അതിനെ നമ്മൾ ഇക്വേറ്റർ എന്ന് വിളിക്കും. ഇക്വേറ്റർ ഗ്ലോബിനെ 2 ഹെമിസ്ഫിയേഴ്സ് ആക്കി മാറ്റും, എ ആൻഡ് ബി അല്ലേ. എ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് മുകൾ ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയറും ബി താഴെയുള്ള ഈ ഒരു ഭാഗം സദേൺ ഹെമിസ്ഫിയറും ആണ്. ഇനി ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്താണ്? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഇക്വേറ്ററിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്ററിന് പെർപെൻഡിക്കുലർ ലംബമായിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പഠിച്ച സാധനങ്ങളൊക്കെ ഈ ഒരു ഗ്ലോബിൽ വരച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ വരയ്ക്കുക? ഒരു ഇക്വേറ്റർ വരയ്ക്കും. ഇത് നമ്മുടെ ഇക്വേറ്ററായി. ഇനി നമ്മൾ എന്ത് വരയ്ക്കണം? നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും മാർക്ക് ചെയ്യാം. നമുക്കറിയാം ഏതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ വരിക? ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, എൻ എന്ന് മാർക്ക് ചെയ്യാം. ഇത് സദേൺ ഹെമിസ്ഫിയർ, എസ് എന്ന് മാർക്ക് ചെയ്യാം. ഇക്വേറ്റർ 2 കഷ്ണങ്ങളാക്കി. ഇനി എന്തൊക്കെയാണ് വരയ്ക്കേണ്ടത്? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് വരയ്ക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്ററിന് ഇനി പെർപെൻഡിക്കുലർ അഥവാ ലംബമായിട്ട് വരയ്ക്കുന്ന ലൈൻസിന് നമ്മൾ എന്ത് പറയും? ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നതാണ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗം കാണാം. ഓക്കെ, അടുത്തതാണ് ഗ്ലോബ് ആൻഡ് മാപ്പ്. അപ്പൊ ഈ ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? A globe is a spherical model of Earth. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ഒരു മോഡൽ അഥവാ മാതൃകയാണ് ഗ്ലോബ്. ഇപ്പൊ നോക്കാം, ഇത് ഭൂമി ഇങ്ങനെ വട്ടത്തിലാണ്, ഇങ്ങനെ ഉരുണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗ്ലോബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ ഒരു കുഞ്ഞു മോഡൽ ഉണ്ടാക്കുന്നതാണ് ഗ്ലോബ്. When the features of the Earth's surface are drawn on a flat surface, we can develop a map. അപ്പോൾ ഈ ഒരു ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ നമ്മളൊരു പരന്ന പേപ്പറിലോ പ്രതലത്തിലോ വരച്ചു കഴിഞ്ഞാൽ അതൊരു മാപ്പ് അഥവാ ഭൂപടമായി മാറും. ഗ്ലോബ് എങ്ങനെയാണ്? അതേപോലെ ഒരു സ്ഫെറിക്കൽ സർഫസിൽ വരയ്ക്കുന്നത്. സ്ഫെറിക്കൽ മോഡൽ ഓഫ് എർത്ത് ആണ് ഗ്ലോബ്. പക്ഷെ ഇതൊരു ഫ്ലാറ്റ് സർഫസിൽ, അതായത് ഒരു ഫ്ലാറ്റ് സർഫസിൽ ഈ ഒരു ഗോളത്തിൽ കാണുന്ന ഫീച്ചേഴ്സിനൊക്കെ വരച്ചു കഴിഞ്ഞാൽ അതെന്തായി മാറും? ഒരു മാപ്പ് അഥവാ ഭൂപടമായി മാറും. ഓക്കെ, ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള. അപ്പൊ താഴെ കേരളത്തിന്റെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഈ മാപ്പിൽ കാണാൻ പറ്റുന്നത്? 14 ജില്ലകളുണ്ട്. 14 ജില്ലകളും വ്യത്യസ്തമായ കളേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. പിന്നെ കേരളത്തിന്റെ 2 നെയ്ബർ സ്റ്റേറ്റ്സ് ആയ കർണാടക, തമിഴ്നാടു കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ലക്ഷദ്വീപ് സി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ABC എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്ക് കേരള പൊളിറ്റിക്കൽ മാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ബിക്ക് എന്താ നമുക്ക് മനസ്സിലായി, ഇതെന്താ ഡയറക്ഷൻ ആണ് അല്ലെ, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ C എന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മാപ്പ് ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലേ. നമുക്കിനി കൊടുത്തിരിക്കുന്ന വായിക്കാം. നോട്ട് ദാറ്റ് ദ ഗിവൻ മാപ്പ് ഇസ് ലേബിൾഡ് വിത്ത് ലെറ്റേഴ്സ് ABC. ദേ ആർ ദ ടൈറ്റിൽ, ഡയറക്ഷൻ ആൻഡ് ഇൻഡെക്സ്. അപ്പോൾ ഇവർ പറഞ്ഞു ABC എന്തൊക്കെയാണ്? A എന്ന് പറയുന്നത് ടൈറ്റിൽ ആണ്. B എന്താണ്? ഡയറക്ഷൻ. C എന്താണ്? C ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇൻഡെക്സ് അല്ലേ. ഇൻഡെക്സ് ആണ് C. These are the essential components of a map. അപ്പോൾ ഒരു മാപ്പിൽ തീർച്ചയായും ഉണ്ടാവേണ്ട, അതായത് ആവശ്യ ഘടകങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ, ഡയറക്ഷൻ, ഇൻഡെക്സ് എന്നൊക്കെ ഉള്ളത്. The map reading is done by using these components. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ, ഡയറക്ഷൻ, ഇൻഡെക്സ് എന്ന ഈ കോമ്പണൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാപ്പ് വായിക്കുന്നത്. ഓക്കെ, the title is generally given at the top of a map.
അപ്പോൾ ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗത്താണ് പൊതുവെ ടൈറ്റിൽ അഥവാ തലക്കെട്ട് കൊടുക്കുന്നത്. ദ ടൈറ്റിൽ റെഫേഴ്സ് ടു ദ കണ്ടന്റ് ഓഫ് ദ മാപ്പ്, ലൊക്കേറ്റ് ദ ടൈറ്റിൽ ഓൺ ദ ഗിവൺ മാപ്പ്. അപ്പോൾ ഈ ഒരു മാപ്പിന്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് ടൈറ്റിൽ അഥവാ തലക്കെട്ട്. അതായത് ഈ മാപ്പിനകത്ത് എന്താണ്, ഇപ്പൊ ഈ ഒരു മാപ്പിന്റെ ടൈറ്റിൽ എന്താണ്? നമുക്ക് കാണാം കേരള പൊളിറ്റിക്കൽ മാപ്പ്. നമുക്കപ്പോ തന്നെ മനസ്സിലാവും കേരളത്തിന്റെ പൊളിറ്റിക്കൽ മാപ്പാണ് ഈ ഒരു പിക്ചറിൽ ഉണ്ടാവാൻ പോകുന്നത് അല്ലേ. അതായത് ഈ മാപ്പിന്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് ഒരു ടൈറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അടുത്തത് എന്താണ്? ഡയറക്ഷൻ. ഇനി ഡയറക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഡയറക്ഷൻസ് വരയ്ക്കാം. അപ്പൊ ഈ ഒരു ചിഹ്നം കണ്ടാൽ തന്നെ, ഈ ഒരു ചിഹ്നമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഡയറക്ഷൻ ആണ്. ഓക്കെ, അടുത്തത് എന്താ? അടുത്തതാണ് ഇൻഡെക്സ്. The index given in a map helps to identify the features of the map. Find the index in the given map. ഒരു മാപ്പിന്റെ ഭൂതല സവിശേഷതകൾ തിരിച്ചറിയുന്നതിനായിട്ടാണ് നമ്മൾ ഭൂപടത്തിന്റെ ഇൻഡെക്സ് അഥവാ സൂചിക നൽകുന്നത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഇൻഡെക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബൗണ്ടറി അവർ മാർക്ക് ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ വിട്ടിട്ടില്ല വരെയാണല്ലേ. അപ്പൊ ഇത് നോക്കുക, സ്റ്റേറ്റ് ബൗണ്ടറി ഒക്കെ ഇങ്ങനെ ലൈറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഡിസ്ട്രിക്ട് ബൗണ്ടറി കുറച്ച് കട്ടിയിലാണ് അല്ലേ. സോറി, പറഞ്ഞ തെറ്റി. സ്റ്റേറ്റ് ബൗണ്ടറി എവിടെയാണ്? സ്റ്റേറ്റ് ബൗണ്ടറി മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഓക്കെ, ഇങ്ങനെ വിട്ട് നമുക്ക് കാണാം. സ്റ്റേറ്റ് ബൗണ്ടറി ഇതാണ്. ഡിസ്ട്രിക്ട് ബൗണ്ടറി ഇതാണ്. ഡിസ്ട്രിക്ട് ബൗണ്ടറി ഓരോ ജില്ലയും ഡിവൈഡ് ചെയ്യുന്നത് കട്ടിയിലാണ് ആ വരെയുള്ളത്. ക്യാപിറ്റൽ ദാ തിരുവനന്തപുരം, ഇവിടെ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ക്യാപിറ്റൽ. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, ഈ പച്ച കുത്തുകൾ കാണുന്നില്ലേ, അതാണ് ഓരോ ജില്ലയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് കണ്ടിട്ട് മനസ്സിലാക്കാം ഈ സ്റ്റാറിന്റെ അർത്ഥം എന്താണ്, ഈ കുത്തിന്റെ അർത്ഥം എന്താണ്, ഈ കട്ടിയുള്ള വര എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ വിട്ടിട്ടുള്ള വര എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഇൻഡെക്സ് അഥവാ സൂചിക നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മാപ്പ് വായിക്കാനും എളുപ്പമാവും. ഓക്കെ, ഒബ്സർവ് ദി ഇൻഡെക്സ് ഗിവൻ ഓൺ ദ മാപ്പ് ഓഫ് കേരള ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻഡെക്സ് കാണാം, ഒരു സൂചിക കാണാം അല്ലേ. അപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൊതുവെ ഈ ചിഹ്നങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ബൗണ്ടറിക്ക് നമ്മൾ കണ്ട പോലെ ഇങ്ങനെ വിട്ടിട്ടുള്ള വരയാണ്. ഡിസ്ട്രിക്ട് ബൗണ്ടറിക്ക് കട്ടിക്ക് ഒരു വരയാണ്. റിവർ എങ്ങനെയാണ്? ബ്ലൂ കളറിൽ ഇങ്ങനെ വെള്ളം പോകുന്ന പോലെയാണ്. നാഷണൽ ഹൈവേ എങ്ങനെയാ? റെഡ് കളറിൽ 2 വരെയാണ് കൊടുക്കുന്നത്. ദേശീയപാതകൾ 2 വരകളാണ് കൊടുക്കുന്നത്. റെയിൽ റോഡ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ബ്ലാക്കില് ഇങ്ങനെ 2 വര, പിന്നെ ഇങ്ങനെ നമ്മളെ പാളം എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ സ്റ്റാർ ഉപയോഗിച്ചിട്ടാണ്. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ വട്ടം വെച്ചിട്ടാണ്. പോർട്ട് എന്താണ്? പോർട്ട് എന്ന് വെച്ചാൽ തുറമുഖം ഷിപ്പ് വെച്ചിട്ടാണ്. ഷിപ്പിന്റെ ഒരു പിക്ചറാണ് അല്ലേ. എയർപോർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറ്റവും എളുപ്പമുള്ളതാണ്. വിമാനത്തിന്റെ പിക്ചർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാന പാതകൾക്കോ ഒരു റെഡ് ലൈൻ ആണ്. അപ്പോൾ നാഷണൽ ഹൈവേസിന് 2 റെഡ് ലൈൻ, സ്റ്റേറ്റ് ഹൈവേസ് ഒരു റെഡ് ലൈൻ. ഓക്കെ, note that in the given map of Kerala, different colors are given to differentiate between various districts. Similarly, different colors are used to represent the features of the earth surface on maps. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള കേരളത്തിന്റെ മാപ്പിൽ ജില്ലകൾ തിരിച്ചറിയുന്നതിനായിട്ട് വ്യത്യസ്ത നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ജില്ലയ്ക്ക് ഓരോ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂപടത്തിൽ അതായത് മാപ്പിലും ഓരോ ഫീച്ചേഴ്സ് അതായത് ഓരോ സവിശേഷതകളും കാണിക്കുന്നതിനായിട്ട് നമ്മൾ വ്യത്യസ്ത നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു ചോദ്യം കാണാം, വിച്ച് കളർ ഈസ് യൂസ് ടു റെപ്രസെന്റ് വാട്ടർ ബോഡീസ് ഇൻ ദ ഗ്ലോബ് ആൻഡ് മാപ്സ്. അപ്പോൾ ഗ്ലോബിലും മാപ്പിലും ഒക്കെ ജലാശയങ്ങൾ വാട്ടർ ബോഡീസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ദ ഗ്ലോബിൽ കാണാം. ഈ ബ്ലൂ എന്തിനാണ്? വെള്ളം കാണിക്കാനാണ് അല്ലെ. ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർട്ടോഗ്രഫിയെ കുറിച്ചാണ്. Cartography is the branch of science that deals with the preparation of maps. അപ്പോൾ സയൻസിന്റെ ഒരു ശാഖയാണ് കാർട്ടോഗ്രഫി. കാർട്ടോഗ്രഫി
എന്താണ്? ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്സ്. ഭൂപടങ്ങൾ അഥവാ മാപ്സ് തയ്യാറാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ഓക്കെ, അപ്പോൾ സയൻസിന്റെ ഒരു ശാഖയാണ്. ഇവരെന്താ ചെയ്യുന്നത്? മാപ്സ് തയ്യാറാക്കുകയാണ് ഇവർ ചെയ്യുക. ഇനി മാപ്പ് തയ്യാറാക്കുന്ന ഒരാളെ, ദ പേഴ്സൺ ഹു പ്രിപ്പയർസ് മാപ്സ് is known as cartographer. Survey of India is the central government agency responsible for producing, verifying and publishing maps in our country. Its headquarters is at Dehradun, Uttarakhand. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ഒക്കെ ചുമതലപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂൺ എന്ന സ്ഥലത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ ആസ്ഥാനം വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കേരള പൊളിറ്റിക്കൽ മാപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. കേരളത്തിന്റെ ദ സദേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള എന്താ? സദേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഇതാണല്ലേ സൗത്ത്. നമുക്കറിയാം, ഡയറക്ഷൻ വരയ്ക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അപ്പൊ സൗത്തിൽ ഇതാണ് തിരുവനന്തപുരം. ദ നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള, നോർത്ത് വടക്കേ അറ്റത്തുള്ളത് ഏതാണ്? കാസർഗോഡ്. ഓക്കെ, ദ ഡിസ്ട്രിക്ട് വിച്ച് ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് 2 states, 2 സ്റ്റേറ്റുമായിട്ട്, അതായത് കർണാടകവും തമിഴ്നാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ആരാ? വയനാടാണല്ലേ. അപ്പൊ വയനാട്. ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഭാരതപ്പുഴ ഫ്ലോസ്, അപ്പൊ ഭാരതപ്പുഴ ഫ്ലോ ചെയ്യുന്നത് ഈസ്റ്റ് മുതൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ, പിന്നെ ഡയറക്ഷൻ ഓഫ് റെയിൽവേ ലൈൻ ഫ്രം കാസർഗോഡ് ടു തിരുവനന്തപുരം. അപ്പോൾ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് ട്രാവൽ ചെയ്യേണ്ട ഒരാള് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുക? ട്രെയിൻ കാസർഗോഡ് നിന്ന് ഇവിടെ, കാസർഗോഡ് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തോട്ട് വരണമെങ്കിൽ ഇത് കാസർഗോഡ് നോർത്തിലാണ്, തിരുവനന്തപുരം സൗത്ത് ആണ്. അപ്പൊ നോർത്ത് ടു സൗത്ത് ആയിരിക്കും അല്ലേ. ദ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള ആരൊക്കെയാണ്? കേരളത്തിലെ നെയ്ബേഴ്സ് ആരാണ്? കർണാടക, തമിഴ്നാട്. ഓക്കെ, now shall we prepare an ID card for the districts that each. Okay, ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റിയിൽ കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും ID കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതില് നെയിം ഓഫ് ദ ഡിസ്ട്രിക്ട്, ജില്ലയുടെ പേര്, ലൊക്കേഷൻ, സ്ഥാനം, നെയ്ബറിംഗ് സ്റ്റേറ്റ് അഥവാ ഡിസ്ട്രിക്റ്റുകൾ, അയൽ സംസ്ഥാനം, അയൽ ജില്ലകൾ, വിമാനത്താവളം, എയർപോർട്ട്, പോർട്ട്, തുറമുഖം, റെയിൽവേ, റെയിൽപാത, സീഷോർ, കടൽ തീരം, പിന്നെ മറ്റ് സവിശേഷതകൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ID കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ 14 ജില്ലകളുടെയും ID കാർഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ട്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും ആയിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ജില്ലയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് നോക്കി ID കാർഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാ ഞാൻ 14 ജില്ലകളുടെയും ID കാർഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി എഴുതാം. ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കണ്ണൂരിന്റെ ID കാർഡ് എടുക്കാം. കണ്ണൂരിന്റെ ലൊക്കേഷൻ എവിടെയാണ്? നോർത്തേൺ കേരളയാണ് അല്ലേ. അങ്ങ് കാസർഗോഡിന്റെ താഴെയായിട്ടാണ്, നോർത്ത് ഭാഗത്തായിട്ടാണ് വരുന്നത്. നെയ്ബറിംഗ് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട്സ് ആരൊക്കെയാ? കോഴിക്കോട്, വയനാട്, കാസർഗോഡാണ് നെയ്ബറിംഗ് ജില്ലകൾ, അയൽ ജില്ലകൾ. എയർപോർട്ട് ഏതാണ്? കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. പോർട്ട് എന്താണ്? കണ്ണൂർ പോർട്ട് ഉണ്ട്. റെയിൽവേ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. സീഷോർ, കണ്ണൂർ ബീച്ച് ഉണ്ട്. അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മേജർ റിവേഴ്സ്, വളപട്ടണം പുഴയുണ്ട്. ലാൻഡ്മാർക്സ് എന്തൊക്കെയാണ്? ഇവിടെയുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഏതൊക്കെയാ? സെയിന്റ് ആഞ്ചലോ ഫോർട്ട് ഉണ്ട്, പയ്യാമ്പലം ബീച്ച് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഉണ്ട്, ഫിഷിംഗ് ഇൻഡസ്ട്രി ഉണ്ട്. ക്ലൈമറ്റ് എന്താണ്? ട്രോപ്പിക്കൽ മൺസൂൺ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇത് കണ്ണൂരിന്റെ ID കാർഡായി മാറി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ID കാർഡ് എങ്ങനെ ഉണ്ടാക്കാം? കണ്ണൂരിന്റെ ID കാർഡ് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ഇതൊക്കെ വെച്ചിട്ട് കണ്ണൂരിന്റെ ഒരു മാപ്പും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജില്ലയുടെ മാപ്പ്. ഓക്കെ, കേരള is a state in India. Do you know how many states and union territories are there in India? ഓക്കെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യയിൽ ടോട്ടൽ 28 സംസ്ഥാനങ്ങൾ, 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസ്
അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. 2024 ഡേറ്റ വെച്ചിട്ട് 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ദർ ക്യാപിറ്റൽസ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, അവയുടെ തലസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ പട്ടിക തയ്യാറാക്കാനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 28 സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് അമരാവതി. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഇറ്റാനഗർ. ആസാമിന്റെ ക്യാപിറ്റൽ ആണ് ഡിസ്പൂർ. ബീഹാറിൻ്റെത് പട്ന. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ ആണ് റായ്പൂർ. ഗോവ പനാജി. ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഗാന്ധിനഗർ. ഹരിയാനയുടെ ക്യാപിറ്റൽ ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംല. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി. കർണാടകയുടെ ക്യാപിറ്റൽ ബംഗളൂരു. കേരളയുടെ ക്യാപിറ്റൽ തിരുവനന്തപുരം. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാൽ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈ. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ. മേഘാലയയുടെ ക്യാപിറ്റൽ ഷിലോങ്. മിസോറാമിന്റെ ക്യാപിറ്റൽ ഐസ്വാൾ. നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ കൊഹിമ. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ. പഞ്ചാബിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ്. ഇനി ശ്രദ്ധിക്കുക, ചണ്ഡീഗഡ് 2 സ്ഥലത്തിന്റെ, ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ക്യാപിറ്റൽ ആണ് ചണ്ഡീഗഡ്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂർ. സിക്കിമിന്റെ ക്യാപിറ്റൽ ഗാംഗ്ടോക്ക്. തമിഴ്നാടുവിന്റെ ക്യാപിറ്റൽ ചെന്നൈ. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദ്. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ലക്നൗ. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ വിന്റർ, അതായത് തണുപ്പ് കാലത്ത് ഡെഹ്റാഡൂൺ, സമ്മർ സീസൺ വേനൽക്കാലത്ത് ഗൈർസീൻ. വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ കൊൽക്കത്ത. 28 സ്റ്റേറ്റ്സും ക്യാപിറ്റൽസുമായി 8 യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിന്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ. ചണ്ഡീഗഡിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് തന്നെയാണ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമൻ ആൻഡ് ദിയു 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നിൽ ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്ന് പറയാം, അല്ലെങ്കിൽ ദമൻ ആൻഡ് ദിയു എന്ന് പറയാം. അതിന്റെ ക്യാപിറ്റൽ ആണ് ദമൻ. അപ്പൊ ദമൻ ആൻഡ് ദിയു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ പെട്ടെന്ന് ദമനാന്ന് പറയാൻ പറ്റും. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ആണ് കവരത്തി. ഡൽഹിയുടെ ക്യാപിറ്റൽ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആണ് ന്യൂഡൽഹി കേട്ടോ. പുതുച്ചേരിയുടെ ക്യാപിറ്റൽ പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി അല്ലെ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റൽ സമ്മർ, വേനൽക്കാലത്ത് ശ്രീനഗറും തണുപ്പ് കാലത്ത് വിന്റർ കാലത്ത് ജമ്മു. ലഡാക്കിന്റെ ക്യാപിറ്റൽ ആണ് ലേ. ഓക്കെ, ഇതായി നമ്മുടെ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസും. ഓക്കെ, complete the table given below by observing the map of India showing borders, states, union territories, neighboring countries, etc. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 78 ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാപ്പ് നോക്കിയിട്ട് ഈ ആൻസേഴ്സ് ഒക്കെ ഫിൽ ചെയ്യുക. ദ സീ ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കാണുന്ന കടൽ ഏതാണ്? ബേ ഓഫ് ബംഗാൾ ആണല്ലേ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് നോക്കുക, ബേ ഓഫ് ബംഗാൾ ആണ് കാണുന്നത്. ദ സീ ടു ദ വെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന കടലാണ് അറബിക്കടൽ അഥവാ അറേബ്യൻ സീ. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്താണ്? ന്യൂഡൽഹി ആണല്ലേ, എല്ലാവർക്കും അറിയാം. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഇസ് ന്യൂഡൽഹി, ഇന്ത്യയുടെ തലസ്ഥാനം. ദ നോർത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ് കേട്ടോ, ലഡാക്ക്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഇസ് അരുണാചൽ പ്രദേശ് ലൊക്കേറ്റഡ്? അപ്പൊ എല്ലാവരും മാപ്പ് എടുത്ത് നോക്കുക. അരുണാചൽ പ്രദേശ് എവിടെയാണ്? അങ്ങേ അറ്റത്താണല്ലേ. അതിൽ നമ്മൾ എന്താ പറയാ, നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ എന്ന് പറയുന്നുണ്ടല്ലേ, അത് ഈ മിസോറാം, അരുണാചൽ പ്രദേശ്, ആസാം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം, അരുണാചൽ പ്രദേശ് ആ ഭാഗത്താണ്, അത് നോർത്ത് ഈസ്റ്റ് ഭാഗമാണല്ലേ. ദ നെയ്ബറിംഗ് കൺട്രി ടു ദ സൗത്ത് ഓഫ് ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയാണല്ലേ. താഴെ ഇവിടെ ഒരാളുണ്ട്, അതാരാണ്? ശ്രീലങ്ക. ദ സദേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ, പിന്നെ ഇവിടെ സൈഡിലായിട്ട് ആരാ ഉള്ളത്? ലക്ഷദ്വീപ് ഉണ്ടല്ലേ, അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ആരൊക്കെയാ? പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ ത്രൂ POK. ഓക്കെ, ഇനി നമ്മൾ കേരളത്തിന്റെ മാപ്പ് ID കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെയും നെയിം ഓഫ് സ്റ്റേറ്റ്, ക്യാപിറ്റൽ, നെയ്ബറിംഗ് കൺട്രീസ്, നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്, മേജർ സിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശിന്റെ ആണെങ്കിൽ നെയിം ഓഫ് സ്റ്റേറ്റ് ഉത്തർപ്രദേശ്, ക്യാപിറ്റൽ ലക്നൗ, നെയ്ബറിംഗ് കൺട്രി ആരാണ്? നേപ്പാൾ ആണ്. നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഇവരൊക്കെയാണ് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ്.
പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്, പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? മേജർ സിറ്റീസ് ലക്നൗ, കാൺപൂർ, വാരാണസി, ആഗ്ര, അലഹബാദ്, ഗാസിയാബാദ്, നോയിഡ. ഇതൊക്കെയാണ് മേജർ സിറ്റീസ്, പ്രധാനപ്പെട്ട സിറ്റീസ് ഉത്തർപ്രദേശിൽ. ഇനി എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, ക്ലൈമറ്റ് അവിടുത്തെ എങ്ങനെയാ, അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള റിവേഴ്സ്, നദികൾ ഏതൊക്കെയാ? ഗംഗ, യമുന, ഗോമതി, സരയു. പിന്നെ അവിടെയുള്ള മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാ? ഇതുപോലെയാണ് നിങ്ങൾ ഒരു സ്റ്റേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു വിവരങ്ങൾ കുറിപ്പിൽ ഉൾപ്പെടുത്തി എഴുതേണ്ടത്. ഓക്കെ. ഇനി ചെക്ക് ഔട്ട് ദ നോട്ട് പ്രിപ്പയർഡ് ബൈ അജി. അജി തയ്യാറാക്കിയ കുറിപ്പ് നോക്കാം. മൈ ലൊക്കേഷൻ ഇസ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ. എന്റെ സ്ഥാനം ഇന്ത്യയുടെ വടക്കേ ഭാഗത്താണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തർപ്രദേശിനെ കുറിച്ചാണ് പറയുന്നത്. ദർ ഇസ് എ കൺട്രി ഓൺ മൈ ബോർഡർ. എന്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. നമ്മൾ നേരത്തെ കുറിപ്പിൽ ഇത് എഴുതി. ഓൾസോ ഐ ഷെയർ മൈ ബോർഡേഴ്സ് വിത്ത് 8 സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഞാൻ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി പങ്കിടുന്നുണ്ട്. I am often referred to as the sugar bowl of India as I produce large quantity of sugar cane. ഒരുപാട് കരിമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ. കഥക് ഇസ് എ ഡാൻസ് ഫോം ദാറ്റ് ബിലോങ്സ് ടു മൈ പ്ലേസ്. കഥക് എന്നത് എൻ്റെ നാട്ടിലെ നൃത്തകലയാണ്. You might have heard the names of major cities such as Kanpur, Lucknow, Varanasi, Agra, Allahabad, etc. കാൺപൂർ, ലക്നൗ, വാരാണസി, ആഗ്ര, അലഹബാദ് മുതലായവയുടെ പേരൊക്കെ നിങ്ങൾ കേട്ട് കാണും. സാർനാഥ് known through the Ashoka pillars spreads my fame around the world. അപ്പം അശോക സ്തംഭത്തിലുള്ള അതിലൂടെ ശ്രദ്ധേയമായ സാർനാഥ് എന്ന സ്ഥലം എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നുണ്ട്. ഓക്കെ. Read the note about the voyage of Portuguese traveler Vasco da Gama to India. പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാസ്കോ ഡ ഗാമ set out in search of India, leading a fleet of 4 sailing ships with 170 sailors from port of Lisbon, Portugal. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുമായിട്ട് 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടിയിട്ട് യാത്ര തിരിക്കുകയാണ്. ഹി ട്രാവൽഡ് സൗത്ത് ഈസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വിൻഡ്സ് ആൻഡ് റീച്ച് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്ക. അപ്പൊ കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്യാണ്. എന്നിട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് എത്തിപ്പെടും. He then traveled northwards along the east coast of Africa, reached the port of മാലിന്തി. ഓക്കെ. പിന്നെന്താ ചെയ്യുന്നത്? തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മാലിന്തി തുറമുഖത്ത് എത്തി. With the help of monsoon winds, they reached Kapad near Calicut on the west coast of India on 20 May 1498. മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. This adventurous journey made by Vasco da Gama and his companions, covering thousands of kilometers, has made a mark in history. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ വലിയൊരു ഇടമാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നമ്മൾ എന്താ കുറേ ഡയറക്ഷൻസ് ഇപ്പോൾ പഠിച്ചതിൻ്റെ ഉപയോഗം മനസ്സിലായോ? സൗത്ത് ഈസ്റ്റ്, സദേൺ മോസ്റ്റ്, പിന്നെ നോർത്ത് വേർഡ്സ്, ഈസ്റ്റ് കോസ്റ്റ്, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം ഏത് ദിശയെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? ഇനി കൊടുത്തിരിക്കുന്നത് വാസ്കോ ഡ ഗാമയുടെ സമുദ്ര സഞ്ചാര പാത നോക്കാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടിനെന്റിന്റെ ഒക്കെ മാപ്പ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഡയറക്ഷൻസ് കാണാം, പിന്നെന്താ ഇൻഡെക്സ് കാണാം. ഓക്കെ. ഓരോ കളറും ഏത് സ്ഥലമാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയുന്ന ഒരു കാര്യമാണ് 7 കോണ്ടിനെന്റ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാ? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇതാണ് 7 കോണ്ടിനെന്റ്സ് അല്ലേ? പിന്നെ എത്ര ഓഷ്യൻസ് ആണുള്ളത്? ആരൊക്കെയാണ് നമ്മുടെ ഓഷ്യൻസ്? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. സദേൺ ഓഷ്യൻ വരുന്നത് ഈ ഒരു അന്റാർട്ടിക്കയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സദേൺ ഓഷ്യൻ വരിക കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് സദേൺ ഓഷ്യൻ വരും. ഓക്കെ.
Through which oceans did Vasco da Gama make his voyage and reach India from Europe? Find these oceans by observing the world map. അപ്പോൾ ഏതൊക്കെ സമുദ്രങ്ങളിലൂടെ സഞ്ചരിച്ചാണ് വാസ്കോ ഡ ഗാമ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്? ഏതൊക്കെയാണ്? ഒന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ, പിന്നെ ഉള്ളത് ഇന്ത്യൻ ഓഷ്യൻ. Atlantic Ocean, he sailed from Portugal across the Atlantic Ocean and reached the southern tips of Africa. പോർച്ചുഗലിൽ നിന്ന് ആഫ്രിക്കയിൽ എത്താൻ വേണ്ടി അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ സഞ്ചരിച്ചു. എന്നിട്ട് ഇന്ത്യൻ ഓഷ്യനിലൂടെ വന്നിട്ടാണ് ഇന്ത്യയിലെത്തുന്നത്. വിച്ച് ആർ ദി അതർ ഓഷ്യൻസ്? 5 ഓഷ്യൻസ് ഉണ്ട്. 1 Pacific Ocean, second 1 Atlantic Ocean, മൂന്നാമത്തേത് ഇന്ത്യൻ ഓഷ്യൻ, നാലാമത്തേത് സദേൺ ഓഷ്യൻ, അഞ്ചാമത്തേത് ആർട്ടിക് ഓഷ്യൻ. അപ്പൊ നമ്മുടെ മാപ്പിൽ നമ്മൾ നോക്കി സദേൺ ഓഷ്യനാണ് ഇവിടെ കാണാത്തത്. അന്റാർട്ടിക്കയുടെ മുകളിലായിട്ടാണ് സദേൺ ഓഷ്യൻ വരുന്നത്. ഓക്കെ, in the given world map, don't you see vast land areas along with oceans? Such vast stretches of land masses are called continents. അപ്പൊ എന്താ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വേൾഡ് മാപ്പിൽ സമുദ്രങ്ങളോടൊപ്പം വിശാലമായിട്ടുള്ള കരഭാഗങ്ങളൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇത്തരത്തിലുള്ള such vast stretches of land masses, ഇത്തരത്തിലുള്ള അതിവിശാലമായ കരഭാഗങ്ങളെയാണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ അഥവാ കോണ്ടിനെന്റ്സ് എന്ന് വിളിക്കുന്നത്. ആരാണ് കോണ്ടിനെന്റ്സ്? ഈ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഈ 7 പേരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടിനെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിച്ച് കോണ്ടിനെന്റ് ഇസ് എ കൺട്രി ഇന്ത്യ പാർട്ട് ഓഫ്? നമ്മൾ ഏത് കോണ്ടിനെന്റിന്റെ ഭാഗമാണ്? ഏഷ്യയുടെ ഭാഗമാണല്ലേ. വിച്ച് കോണ്ടിനെന്റ്സ് ആർ സറൗണ്ടഡ് ബൈ ഓഷ്യൻസ്? അപ്പൊ ഏതൊക്കെ കോണ്ടിനെന്റ്സിന് ചുറ്റുമാണ് ഓഷ്യൻസ് ഉള്ളത്? അപ്പൊ നമുക്ക് പറയാം, ആഫ്രിക്കയ്ക്ക് ചുറ്റും ആരൊക്കെയുള്ളത്? അറ്റ്ലാന്റിക് ഓഷ്യൻ ടു ദ വെസ്റ്റ്, ഇന്ത്യൻ ഓഷ്യൻ ടു ദ ഈസ്റ്റ് ആൻഡ് സൗത്ത്. ഏഷ്യക്ക് ആർട്ടിക് ഓഷ്യൻ ടു ദ നോർത്ത്, പസഫിക് ഓഷ്യൻ ടു ദ ഈസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ടു ദ സൗത്ത്. 3 ഓഷ്യൻസ് ആണ് ഏഷ്യക്ക് ചുറ്റുമുള്ളത്. ആഫ്രിക്കയ്ക്ക് 2 എണ്ണം. ഓസ്ട്രേലിയക്ക് എന്താ? എൻറ്റയർലി സറൗണ്ടഡ് ബൈ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ. 2 ഓഷ്യൻസ് ആണ് ചുറ്റുമുള്ളത്, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ. നോർത്ത് അമേരിക്കയുടെ ചുറ്റും ആരുള്ളത്? ആർട്ടിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പിന്നെ പസഫിക് ഓഷ്യൻ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള ആ ഒരു മാപ്പ് നോക്കുക, വേൾഡ് മാപ്പ് നോക്കുക, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സൗത്ത് അമേരിക്ക സറൗണ്ടഡ് ബൈ അറ്റ്ലാന്റിക് ഓഷ്യൻ ടു ദ ഈസ്റ്റ് ആൻഡ് പസഫിക് ഓഷ്യൻ ടു ദ വെസ്റ്റ്. Antarctica completely surrounded by the Southern Ocean. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാ ഓരോ കോണ്ടിനെന്റിനും ചുറ്റും നിങ്ങൾക്ക് ഓരോരോ ഓഷ്യൻസ് കാണാം. നോർത്ത് അമേരിക്കയ്ക്ക് പസഫിക് ഓഷ്യനും ഉണ്ട്, അറ്റ്ലാന്റിക് ഓഷ്യനും ഉണ്ട് അല്ലേ, പിന്നെ ആർട്ടിക് ഓഷ്യനും ഉണ്ട്. സൗത്ത് അമേരിക്ക പസഫിക് ഓഷ്യൻ ഉണ്ട്. ആഫ്രിക്കയുടെ ഏഷ്യയുടെ ഇവിടെയായിട്ട് ഇന്ത്യൻ ഓഷ്യൻ കാണാം. അപ്പൊ നമുക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോന്നിനും ചുറ്റും ഏത് ഓഷ്യനാണ് ഉള്ളത്. അതൊന്നും നമ്മൾ വൃത്തിക്ക് കൃത്യമായി ഇവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഓരോ കോണ്ടിനെന്റ്സ് നോക്കിയിട്ടത് കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ കളർ ചെയ്യാം. അടുത്തത് നമുക്ക് ഈ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോണ്ടിനെന്റ് എന്ന് പറയണം. കോണ്ടിനെന്റ്സ് ഫൗണ്ട് ടു ദ വെസ്റ്റ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യന് വെസ്റ്റ് ആയിട്ട് കാണുന്ന കോണ്ടിനെന്റ്സ് ഏതൊക്കെയാ? അറ്റ്ലാന്റിക് ഓഷ്യന് വെസ്റ്റ് ആയിട്ട് നോർത്ത് അമേരിക്ക കാണാം, സൗത്ത് അമേരിക്ക കാണാം അല്ലെ. ഇത് അറ്റ്ലാന്റിക് ഓഷ്യന്റെ വെസ്റ്റ് ഇതാണ്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ഓക്കെ, കോണ്ടിനെന്റ് ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യന്റെ ഈസ്റ്റ്, ഇന്ത്യൻ ഓഷ്യന്റെ ഈസ്റ്റ് അല്ലേ. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തോട്ട് ആരാ ഉള്ളത്? ഓസ്ട്രേലിയ. ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏഷ്യ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏഷ്യ ആണ്. ദ കോണ്ടിനെന്റ് ഫൗണ്ട് ബിറ്റ്വീൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യന്റെയും ഇന്ത്യൻ ഓഷ്യന്റെയും നടുക്കായിട്ട് കാണപ്പെടുന്നത് ആരെയാണ്? നമുക്കിവിടെ കാണാം അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. അതിന്റെ നടുക്കാരുള്ളത് ആഫ്രിക്ക. ഓക്കെ, ആഫ്രിക്കയാണുള്ളത്. ഇനി ഓരോരോ പിക്ചേഴ്സ് നോക്കിയിട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വൺ സൗത്ത് അമേരിക്ക ആണ്, സെക്കൻഡ് വൺ നോർത്ത് അമേരിക്ക, തേർഡ് യൂറോപ്പ്, ഫോർത്ത് ആഫ്രിക്ക, ഫിഫ്ത്ത് ഓസ്ട്രേലിയ, സിക്സ്ത് ഏഷ്യ, സെവൻത്ത് അന്റാർട്ടിക്ക. ഓക്കെ,
അവസാനത്തെ പോർഷനാണ്. Maps have great significance in human life. Different types of maps are used in fields such as geographical studies, defense, tourism, administration and transport. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? നമ്മുടെ ജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അപ്പോൾ ഭൂമിശാസ്ത്ര പഠനം, പിന്നെ ഡിഫെൻസ്, അതായത് നമ്മുടെ മിലിറ്ററി ആ ഒരു ഇതില്, ടൂറിസം വിനോദസഞ്ചാരം, അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണം, ട്രാൻസ്പോർട്ട് ഗതാഗതം, ഈ മേഖലകളിലൊക്കെ നമ്മൾ മാപ്സ് യൂസ് ചെയ്യാറുണ്ട്. വെൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്സ്, ലാൻഡ്സ്ലൈഡ്സ് ആൻഡ് അതർ catastrophic events occur, maps and route maps are widely used to reach quickly in such areas and engage in relief operations. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഈ ഒരു ഉണ്ടായ സ്ഥലത്ത് വേഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ മാപ്സും റൂട്ട് മാപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. There are many occasions in everyday life where we need to depend on map reading. Map reading has become an essential factor to build up human life in the modern world. നിത്യ ജീവിതത്തിൽ കൂടെ നമ്മൾ ഗൂഗിൾ മാപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ. അപ്പം ഈ മാപ്പ് റീഡിങ്, മാപ്പ് വായിക്കുന്നത് വളരെ അങ്ങനത്തെ സന്ദർഭങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഒരു മോഡേൺ ലോകത്ത്, ആധുനിക ലോകത്ത് ജീവിതം എന്താണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു എസെൻഷ്യൽ ഫാക്ടർ, അനിവാര്യമായിട്ട് ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് എന്ത്? മാപ്പ് റീഡിങ്. ഓക്കെ, ഈ ചാപ്റ്റർ 3 ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.